ഡിയർ സ്റ്റുഡൻസ്, 2026 ഒക്ടോബർ ബാച്ചിൽ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പ്രിപ്പയറായി നിൽക്കുന്ന സ്റ്റുഡൻസ്, നിങ്ങൾക്ക് കഴിഞ്ഞ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നടന്ന ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും. അവർക്കുള്ള റെക്കോർഡ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾ ഏറ്റവും ലാസ്റ്റായിട്ട് കാണുന്ന ടൈം ഷെഡ്യൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടോബർ ബാച്ച്, രണ്ടാമത് കാണുന്ന ഒക്ടോബർ ബാച്ച്, ഇവിടെ ഒരു വീഡിയോ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നേരത്തെ ഇത് ടൈം ഷെഡ്യൂൾ മാത്രം ഉണ്ടായിരുന്നത്, അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മാസത്തിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ടൈം ഷെഡ്യൂളിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതിൽ ഫെബ്രുവരി ടു ജൂലൈ ആയിരുന്നു നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. അതിലോരോ മാസത്തിൽ ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് ആണെങ്കിൽ 3 ചാപ്റ്റർ വെച്ചിട്ട് ഓരോ മാസം തീർക്കുക. അങ്ങനെ ടോട്ടൽ 16 ചാപ്റ്റർ ആയിരുന്നു തീർക്കേണ്ടിയിരുന്നത്. അങ്ങനെ ഓരോ ലാംഗ്വേജിൻ്റെ ഓരോ സബ്ജക്റ്റിൻ്റെയും അതിൻ്റെ മന്ത്ലി ഗോൾ ചാപ്റ്റേഴ്സും ടോട്ടൽ ചാപ്റ്റേഴ്സിൻ്റെ കാൽക്കുലേഷൻസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജൂലൈ വരെ നമ്മുടെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള മാസമായിരുന്നു. ജൂലൈൻ്റെ ഓഗസ്റ്റ് മന്ത്, ഈ ഒരു ഓഗസ്റ്റ് മന്തിലുള്ളത് ഓൾ റിവിഷൻസ് ആണ്. അപ്പോൾ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ആരെയും കംപ്ലീറ്റ് ചെയ്യാത്തവരുടെ വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ കംപ്ലീറ്റ് ചെയ്ത ആളുകൾ എല്ലാ ചാപ്റ്റേഴ്സും റിവിഷൻ ചെയ്യാനുള്ള മാസമാണ് ഈ ഒരു ഓഗസ്റ്റ് മന്ത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് സെപ്റ്റംബർ മന്തിൽ നമുക്ക് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്യാം. ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്ലാസ് റൂം ഓപ്പൺ ആക്കിയാൽ അതിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാം. അത് റിവ്യൂ ചെയ്യുക, അതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ എങ്ങനെ വരും, ആൻസേഴ്സ് എങ്ങനെ വരും എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ മോഡൽ എക്സാമും നടക്കും നെക്സ്റ്റ് മന്തിൽ. മോഡൽ എക്സാമിനും ഓൺലൈനായിട്ടുള്ള മോഡൽ എക്സാം അതും കൂടെ നടക്കുന്ന മാസമാണ് സെപ്റ്റംബർ മന്ത്. അത് കഴിഞ്ഞ് ഒക്ടോബർ മന്തിലാണ് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ വരുന്നത്. ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ ആണ് ഈ താഴെയുള്ള വീഡിയോ. ഓക്കെ, ആ ഒരു ഷെഡ്യൂളായിട്ട് തന്നെ നമുക്ക് പോകാം. പിന്നെ മറ്റൊന്ന്, ഓരോ ക്ലാസ് റൂം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് ഇപ്പോൾ ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞൊരു വീഡിയോ കാണാൻ പറ്റും. അതുപോലെ ഓരോ ഇപ്പോൾ മലയാളം ആണെങ്കിൽ അത്, അറബി ആണെങ്കിൽ അത്, അറബി ഓപ്പൺ ചെയ്താൽ അറബിക് സബ്ജക്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഫസ്റ്റ് തന്നെ നിങ്ങൾ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെ ഏരിയാസാണ് ഇമ്പോർട്ടൻറ്റ്, അതുപോലെ ഏതൊക്കെ നോട്ട്സാണ് നമ്മൾ നോക്കേണ്ടത്, എത്ര മാർക്കിനാണ് നമ്മൾ നോക്കേണ്ടതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞു തരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ഡയറക്റ്റ് അതിൽ വീഡിയോ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. ഇത് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്യാനുള്ള ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് മറ്റൊന്ന്, ഈ ഒരു മാസം നമ്മൾ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്ത ആളുകൾക്ക് PCP ക്ലാസ്, കോൺടാക്റ്റ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് നിങ്ങളുടെ സെൻറ്റേഴ്സുകൾ. അവിടെ ID കാർഡിൽ താഴെ കാണുന്ന സ്റ്റഡി സെൻറ്ററുമായി കോൺടാക്റ്റ് ചെയ്ത് പല സെൻറ്റേഴ്സുകളും അത് നടത്തി തുടങ്ങിയിട്ടുണ്ട്. അവിടെ കോൺടാക്റ്റ് ചെയ്തിട്ട് PCP ക്ലാസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിനുള്ള ഈ സയൻസ് സബ്ജക്റ്റുകൾക്കുള്ള കോൺടാക്റ്റ് ക്ലാസ്, PCP പേഴ്സണൽ കോൺടാക്റ്റ് പ്രോഗ്രാമിംഗ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നതിന് മുമ്പുള്ള പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കാം എന്നുള്ളത് അവർ പറഞ്ഞുതരും. അതിൻ്റെ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾ ഒരു 6 or 7 ആക്ടിവിറ്റീസ് എഴുതിയിട്ട് സാധാരണ സയൻസ് വിഷയങ്ങൾക്കൊക്കെ പ്രാക്ടിക്കൽ റെക്കോർഡ് ചെയ്താൽ വാങ്ങുന്ന സാധാരണ ബുക്ക് സ്റ്റോറിൽ പോയി സാധാരണ ബുക്ക് വാങ്ങിയിട്ട് പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് വാങ്ങിയിട്ട്, അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു സൈഡ് ലൈൻ ഉണ്ടാവും, മറ്റൊരു സൈഡ് ലൈൻ ഉണ്ടാവില്ല. ആ ഒരു രീതിയിലായിരിക്കും. ലൈനുള്ള ഭാഗത്ത് നിങ്ങൾ എഴുതുക, ലൈനില്ലാത്ത ഭാഗത്ത് അതിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു രൂപമുള്ളത്. ആ ഒരു ബുക്ക് വാങ്ങിയിട്ട് നിങ്ങൾ എക്സ്പെരിമെൻ്റ് എഴുതിയിട്ട് 6 or 7 എക്സ്പെരിമെൻ്റ് എഴുതിയിട്ട് പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകണം. അതിലുള്ള 3 or 4 ആക്ടിവിറ്റീസ് നിങ്ങൾ പഠിച്ചിട്ട് അത് റിട്ടേൺ ആയിട്ട് എക്സാം എഴുതുന്ന രീതിയാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉള്ളത്. ഓക്കെ, അതിപ്പോൾ ചെയ്യാനുള്ള മന്ദമായിട്ടുണ്ട്. ചില സെൻറ്റേഴ്സുകൾ അതിൻ്റെ എക്സാമിനേഷൻ നടത്താറില്ല, എക്സാമിനേഷനിലെ ക്ലാസ്സുകൾ നടത്താറില്ല, സബ്ജക്റ്റുകൾ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അത് നിങ്ങളുടെ എങ്ങനെയാണോ എന്നുള്ളത് നിങ്ങളവിടെ സെൻറ്ററിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് ആ കോൺടാക്റ്റ് ക്ലാസ്സിൻ്റെ സൈന് നിങ്ങൾ വാങ്ങണം. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ സൈൻ വാങ്ങണം. അതുപോലെ പ്രാക്ടിക്കൽ എക്സാമിനുള്ള സൈനും. ഇതൊക്കെ വാങ്ങിയാൽ ഈ PCP ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുക, പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കുക, നിങ്ങൾ ആ ക്ലാസ്സിന് അവിടെ പ്രാക്ടിക്കൽ എക്സാമിന് അറ്റൻഡ് ചെയ്യുക.
ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്ക് സാധാരണ കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് മന്തിൽ നമ്മൾ ടൈം ഷെഡ്യൂളിൽ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യാനും മോഡൽ എക്സാമൊക്കെ നടക്കുന്ന മാസമാണ് ഓഗസ്റ്റ് മന്ത്. അപ്പോഴേക്ക് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചാപ്റ്റേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോവുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസുകൾ ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഓരോ ക്ലാസ് റൂം ഓപ്പൺ ആക്കിയാൽ കാണുന്ന വീഡിയോസുകൾ, ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.